ഗൈസ് ഇന്നാണെങ്കിൽ സിറ്റിയിൽ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ ഗൈസ്. ഇന്ന് മാത്രമല്ല എന്നും ചൂട് തന്നെയാണ്. പുറത്തേക്ക് കാലുത്താൻ പറ്റില്ല, അപ്പം കരിഞ്ഞ് പിളിയാവും നമ്മൾ. അത് നമുക്ക് നേരെ പോയി സ്വിമ്മിങ് പൂളിലേക്ക് ചാടിയിട്ട് കുറച്ച് നേരം കുളിച്ചിട്ട് വരാം ഗൈസ്. വേഗം പോയി സ്വിമ്മിങ് പൂളിൽ കയറാം. അയ്യോ എന്ത് ചൂടാ സ്വിമ്മിങ് പൂളിൽ. മേലൊക്കെ കരിഞ്ഞു പോകുന്നു തോന്നുന്നു. അടിഭാഗത്ത് ചൂടില്ല, മേലൊക്കെ ഒടുക്കത്തെ ചൂടാ. എന്താ ഗൈസ് പോലീസിൻ്റെ സൈറൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. നമുക്ക് പോയോക്കിയാലോ പുറത്തേക്ക്. കുറേ നേരം ഈ പോലീസിൻ്റെ സൈറൻ്റെ സൗണ്ട് കേൾക്കും. എന്തിനാണോ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നത്? ഇവിടേക്ക് വരുന്ന പോലെ തോന്നുന്നു. നമുക്ക് എന്തായാലും പോയൊക്കെ പുറത്തേക്ക്. എന്തിനാണോ അപ്പോൾ നമ്മളെ അടുത്തേക്ക് പോലീസുകാരൊക്കെ വരുന്നത് ഇപ്പോൾ ഇതറിഞ്ഞിട്ട്? ഗൈസ് പോലീസ് വണ്ടി അതാ വരുന്നത്. ഇതെന്തിനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്? അയ്യോ ഇടിച്ച്. ഓ വന്മാര് മറ്റോടത്ത് വരവ് വരുന്നേ. എന്താ എന്തിനാ സാറേ എൻ്റെ വീട്ടിൽ വന്നിരിക്കണേ? നീ ഇന്നലെ ബാങ്ക് റോബർ ചെയ്തിട്ട് പിന്നെ എന്തിനാ എന്റെ വീട്ടിലേക്ക് വരുന്നേന്നില്ലേ? അതിന് സാറ് ഞാൻ ഇന്നലെ ബാങ്കൊന്നും റോബർ ചെയ്തില്ല. നീ ബാങ്ക് റോബർ ചെയ്തില്ലാന്നില്ലേ? എന്താ ഞങ്ങളെ മണ്ടനാക്കെ ഇന്നലെ ബാങ്ക് റോബർ ചെയ്തതിന്റെ CCTV ഫുട്ടേജിൽ എന്റെ മുഖം കൃത്യമായിട്ട് തെളിയും. ഗൈസ് നൈസായിട്ട് പണി പാളി. ഇന്നലെ നമ്മൾ ബാബാട്ടിന് വേണ്ടി ബാങ്ക് റോബർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേഗം വന്ന് വണ്ടി കയറാ. സാറേ ഗൈസ് ഇവിടുത്തെ ഡ്രസ്സ് പോലും മാറ്റാൻ സമ്മതിച്ചില്ലേ ഈ നായ്ക്കളെ. അപ്പത്തിന് പിടിച്ചുകൊണ്ടൊന്ന് ജയിലിട്ട് ഗൈസ്. എന്ത് ചെയ്യാനെന്നാലും ബാബേട്ടന് വേണ്ടി നമ്മൾ ബാങ്ക് റോബർ ചെയ്തിട്ട് നമുക്കായിട്ട് പണി. പക്ഷെ എന്നാലേ നമ്മൾ മാസ്ക് ഇടാൻ മറന്നുപോയി. ഞാൻ എന്ത് ഇപ്പം ചെയ്യുക? നമുക്ക് എങ്ങനെയാലും ഈ ജയിൽ എസ്കേപ്പ് ആവണം. ബാബേട്ടനെ വെച്ചാൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. നമുക്ക് ഈ ഡോറിൻ്റെ അവിടെ സിക്കി ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് മെല്ലനെ ഓടിയാലേ കേസ് വിടുന്നത്. അപ്പോൾ നല്ല ഇടിയാവും. എന്നിട്ട് നമുക്ക് നേരെ ട്രെയിൻ കയറി നമ്മളെ ജപ്പാനിക്ക് നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വിടാം. അവിടെ വെച്ചാൽ നല്ലത്. നമുക്ക് വേറെ ഏതെങ്കിലും ട്രെയിൻ കയറിയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് മുംബൈയിൽ അവിടെ എവിടെയെങ്കിലും പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് പ്ലെയിൻ കയറിയിട്ട് ജപ്പാനിക്ക് കേട്ടാൻ പോവുക കഴിച്ച്. നമുക്ക് ഇവിടെ കുറച്ച് ചിക്കി ബോംബ് ഇടാം. ചിലപ്പോൾ ഉമാരി ഇത് പൊട്ടിക്കണണ്ട് എന്തായാലും അലേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇത്തിരി മാറി ഇത് പൊട്ടിക്കാം. ഉമാരെന്തായാലും അലേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഡോറൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇടിച്ച് ഓട്ടാം. നമുക്ക് ഇവന്മാരെ കണ്ണു പൊട്ടിച്ച് വേണം അവിടെ നിന്ന് പോവാൻ. നമുക്ക് നമ്മളെ ഫോൺ എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാം നമുക്ക് ഈ ചിക്കി ബോംബ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്ത് ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരെ വെച്ചാൽ വെടിവെപ്പ് തന്നെ വെടിവെപ്പ്. AK-47 ഒക്കെ എടുത്തിട്ടാണ് നമ്മളെ വെടി വെക്കണത്. നമുക്ക് ഇവിടുന്ന് നേരെ ട്രെയിൻ കയറാം ഗൈസ്. ഇവിടുന്ന് എങ്ങനെയാലും റൂട്ടിൽ നിന്ന് നമുക്ക് ഈ വണ്ടി എടുത്ത് പോവാം. ട്രെയിൻ മിസ്സാവാനായിട്ട് മുമ്പ് നമുക്ക് പോകണം. ഇയാൾ ഓടണില്ലല്ലോ. ഈ ബൂഗാട്ടി എടുത്ത് നമുക്ക് മെല്ലനെ പോവുക ഗൈസ്. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാരൊക്കെ വണ്ടിയിലൊക്കെയാണ് വന്ന് നമ്മളെ ഇടിച്ചിടുകയാണ് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ ബുഗാട്ടി ഇട്ടിട്ടുണ്ട്. നേരെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വിടുക ഗൈസ്. അവിടുന്ന് ഒരു വിധത്തിലൊക്കെയാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇവിടെ ട്രെയിൻ എടുത്തിട്ടില്ല, എടുക്കാനായി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. നമുക്ക് നേരെ എടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. ഡോറില്ലാത്ത വണ്ടിക്ക് എന്തിനാ ഈ ചങ്ങായി ഡോറടക്കണേ? വേഗം പോയി ട്രെയിനിൽ കയറുമോ? എന്ത് കാണിക്കണേ? ട്രെയിൻ എഞ്ചിൻ ഓണാക്കി ഗൈസ്. നമുക്ക് വേഗം പോയി ഫ്രണ്ടിൽ കയറാം. നമുക്ക് ട്രെയിൻ പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ടിരിക്കുക ഗൈസ്. അല്ലെങ്കിൽ ആ ടിക്കറ്റൊന്നും കൊടുത്തിട്ടില്ല. നമ്മളിത് പെട്ടെന്നുണ്ടായ ഒരു ഇതാണ്. നമുക്ക് നേരെ വണ്ടിയിൽ കയറി നമുക്ക് ട്രെയിനിൽ കയറി നമുക്കൊന്ന് നേരെ മുംബൈക്ക് വിടാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് പ്ലെയിന് വിളിച്ച് പോവുക ഗൈസ്. നമ്മൾ കയറി അപ്പം തന്നെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് കത്തിച്ച് വിടാം. എന്റെ സ്ഥലത്ത് കയറിയിരിക്കണോ? ബാക്കിൽ പോയിരിക്കണോ? ട്രെയിൻ പൈലറ്റിന്റെ അടുത്താണോ വന്നിട്ടിരിക്കണു? അത് പിന്നെ സാറേ സോറി, ഇവിടുന്ന് മുംബൈ വരെയുള്ള ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. എന്നെ പോലീസ് പിടിച്ചാണ്. ഞാൻ പെട്ടെന്ന് കയറി വന്നു. പോലീസ് പിടിച്ചതാ? ഞാൻ ഇപ്പൊ പോലീസിനെ വിളിച്ച് പറയാൻ പോവാ. എന്ത് നീ പോലീസിനെ വിളിച്ച് പറയുന്ന? അന്നപ്പം ഞാൻ ശരിയാക്കി തരാം ഗൈസ്. ഇപ്പം നമ്മളാണ് ട്രെയിൻ കൺട്രോൾ ചെയ്യണത്. ട്രെയിൻ പൈലറ്റിനെ നമ്മൾ മെല്ലനെ തട്ടി ഗൈസ്.